morning, students. Adutha question idana. Let n belongs to n be a sequence. Satisfy n equal to 2an minus 1 plus 3an minus 2. For every n greater than equal to 2. a0 is equal to a1 is equal to 1. Show that an is equal to 1 by 2, 3 raised to n minus 1 raised to n plus 1. നമുക്ക് ഈ റെക്കറൻസ് റിലേഷൻ നമുക്ക് സോൾവ് ചെയ്ത് ഇതിന്റെ a ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. a ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് 1 by 2 into 3 raised to n minus 1 raised to n plus 1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ തന്നിരിക്കുന്ന ഇക്വേഷൻ an മൈനസ് ഈ രണ്ട് ടേം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. an minus 1 minus 3an minus 2 is equal to 0. Then we can write the characteristic equation. an minus 2an minus 1 minus 3an minus 2 is equal to 0 ആണെങ്കിൽ എന്തായിരിക്കും characteristic equation? r square minus 2r minus 3 is equal to 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് r ന്റെ റൂട്ട് കിട്ടുന്നത് എത്രയാണ്? r is equal to 3 ഉം minus 1. The roots of r is equal to 3 and minus 1. നമുക്ക് കാൽക്കുലേറ്ററിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റർ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും. റൂട്ട് 3 ഉം minus 1 കിട്ടി. റൂട്ട് 3 minus 1 ആണെങ്കിൽ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. If the roots are real and distinct, roots റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണ്? an is equal to c1 into 3 raised to n plus c2 into minus 1 raised to n. If the roots are real and distinct. ഇവിടെ റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റുമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എഴുതുന്നു. സൊല്യൂഷൻ എന്താണ്? c1 into 3 raised to n plus c2 into minus 1 raised to n. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് a0 equal to a1 is equal to 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് c1 c2 കണ്ടുപിടിക്കാനായിട്ട് n is equal to 0 കൊടുക്കുമ്പോൾ a0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 1 is equal to ഇവിടെ n ന് 0 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് c1 എന്നാണ് കിട്ടുന്നത്. n ന് ഇവിടെ 0 കൊടുക്കുമ്പോൾ c. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ c1 plus c2 is equal to 1. ഇനി n is equal to 1 കൊടുക്കാം. n is equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? a1 is equal to 1 is equal to ഇവിടെ 3c1 ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ minus c2 കിട്ടും. ഇക്വേഷൻ 2. രണ്ട് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2 ഉം ഇക്വേഷൻ 3 ഉം കൂടി കൂട്ടുക. ഇക്വേഷൻ 2 പ്ലസ് ഇക്വേഷൻ 1. രണ്ട് ഇക്വേഷൻ കൂട്ടി കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ 3c1 ഉം c1 ഉം കൂട്ടുമ്പോൾ 4c1 വരും. മൈനസ് c2 പ്ലസ് c2 കൂട്ടുമ്പോൾ 0 ആയി പോകും. Therefore c1 ന്റെ വാല്യൂ നമുക്ക് 2/4 that is equal to 1/2. ഇനി എന്താണ്? c1 plus c2 എന്ന് പറയുന്നത് എന്താണ്? is equal to 1 ആണ്. അപ്പോൾ c2 ന്റെ വാല്യൂ എന്തായിരിക്കും? c2 is equal to 1 minus c1. That is 1 minus 1/2 that is equal to 1/2. അപ്പോൾ c1 ന്റെ വാല്യൂ കിട്ടി, c2 ന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സൊല്യൂഷനിൽ therefore an is equal to c1 ന്റെ സ്ഥാനത്ത് 1/2 എഴുതുന്നു. 1/2 into 3 raised to n. c2 ന്റെ സ്ഥാനത്ത് എന്ത് എഴുതുന്നു? 1/2 എഴുതുന്നു. 1/2 minus 1 raised to n. ഇതിൽ കോമൺ ആയിട്ടുള്ള 1/2 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 3 raised to n plus minus 1 raised to n. നമ്മുടെ ആൻസറിൽ എന്താണ് കിടക്കുന്നത്? 1/2 into 3 raised to n minus 1 raised to n plus 1 എന്നാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? പ്ലസ് ആണ്. ആ ആൻസറിലേക്ക് എത്തിക്കണേ എന്ത് ചെയ്താൽ മതി? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 into 3 raised to n. ഈ പ്ലസ് എന്നുള്ളത് മൈനസ് ആക്കാം. അപ്പൊ ഇവിടെ ഒരു മൈനസ് വരും. മൈനസ് ഇൻറ്റു മൈനസ് 1 raised to n. ഈ പ്ലസിനെ മൈനസ് ചെയ്ത് പ്ലസ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 1/2 into 3 raised to n മൈനസ് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്റെ മുകളിൽ എത്രയുണ്ട്? ഒരു 1 ഉണ്ട്. അപ്പൊ ഈ മൈനസ് 1 raised to 1 ഉം മൈനസ് 1 raised to n ഓട് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 1 raised to n plus 1. ഏത് ഫോർമുല ഉപയോഗിച്ച്? x raised to m into x raised to n equal to x raised to n plus 1. ഈ ഫോർമുല ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആൻസർ കിട്ടി. ആൻസർ എന്താണ്? The solution will be an is equal to നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്? 1/2 into 3 raised to n minus 1 raised to n plus 1. അപ്പോൾ റെക്കറൻസ് റിലേഷൻ നമ്മൾ സോൾവ് ചെയ്ത് a ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. a ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ കിട്ടിയത്? an minus 2an minus 1 minus
3an minus 2 is equal to 0. അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താ കിട്ടിയത്? r square minus 2r minus 3 is equal to 0. നമ്മൾ സോൾവ് ചെയ്തപ്പോൾ r ന്റെ രണ്ട് ഡിഫറെന്റ് റൂട്ട്സ് കിട്ടി, 3 minus 1 ഉം. Therefore an എന്ന് പറഞ്ഞാൽ എന്താണ്? c1 into 3 raised to n plus c2 into minus 1 raised to n. c1 into 3 raised to n plus c2 into minus 1 raised to n. The roots are real and distinct. Case 1 ആണ്. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാണ്? c1 into r1 raised to n plus c2 into r2 raised to n. ഇവിടെ r1 r2 എന്താണ്? 3 minus 1 ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണ്? ഈ c1 ആര് c2 ആരാണെന്ന് കണ്ടുപിടിക്കണം. c1 ആര് c2 ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. a naught equal to a1 is equal to 1 തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ n equal 0 കൊടുക്കുമ്പോൾ n equal 0 കൊടുക്കുമ്പോൾ a naught is equal to 1. ഇവിടെ n ന് 0 കൊടുക്കുമ്പോൾ 3 raised to 0 എന്താണ്? 1 ആണ്. അപ്പൊ c1 ന്ന് കിട്ടി. minus 1 to 0 എന്താണ്? 1 ആണ്. അപ്പൊ c1 plus c2 is equal to 1. ഇനി n ന് 1 കൊടുക്കുമ്പോഴോ a1 is equal to 1 വരും. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? n ന് 1 3c1. ഇവിടെ എന്ത് വരും? minus 3c1 minus 2. ഇതിന് രണ്ടെന്നും ഇതിന് ഒന്നെന്നും പേര് കൊടുത്തു. ഈ രണ്ടും ഒന്നും കൂടി അങ്ങോട്ട് കൂട്ടി 2 plus 1. Therefore നമുക്ക് എന്ത് കിട്ടും? 1 plus 1 2 എന്ന് കിട്ടി. 3c1 c1 കൂട്ടുമ്പോൾ 4c1 വരും. c1 ന്റെ വാല്യൂ എന്ത് കിട്ടും? 2/4 that is equal to 2/4 that is equal to 1. അപ്പൊ c1 ന്റെ വാല്യൂ 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? c2 ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? c1 plus c2 is equal to 1. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c2 ന്റെ വാല്യൂ 1 minus c1 1 minus 1/2 that is equal to 1/2. അപ്പൊ c1 ന്റെ c2 ന്റെ വാല്യൂ കിട്ടിയപ്പോൾ നമുക്ക് ഇനി സൊല്യൂഷനിലേക്ക് ചേർത്ത് എഴുതാം. അങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ an is equal to 1/2 into 3 raised to n plus 1/2 into minus 1 raised to n. ഇത് കോമൺ ആയിട്ട് വരുന്ന 1/2 നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ 3 raised to n plus minus 1 raised to n. ഇനി നമ്മുടെ ആൻസറിൽ എന്താണ്? 3 raised to n minus 1 raised to n plus 1. ആ ഫോമുലോട്ട് കൺവെർട്ട് ചെയ്യണ എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ് എന്നുള്ളതിനെ മൈനസ് എന്നാക്കാം. മൈനസ് എന്നാക്കാം. എന്നിട്ട് ഒരു മൈനസിന്റെ മുകളിലുള്ള 1 ഉം ഈ minus 1 raised to n കൂടി നമുക്ക് ഒരുമിച്ചെടുക്കാം. ഏത് ഫോർമുല ഉപയോഗിക്കാം? x raised to m into x raised to n equal to x raised to m plus n. ഏത്? ലോ ഓഫ് ഇൻഡിസസ്. ആ ലോ അനുസരിച്ച് ഈ minus 1 raised to 1 ന്റെ മുകളിൽ കിടക്കുന്ന 1 ഉം ഈ minus 1 ന്റെ മുകളിൽ n കൊണ്ട് കൂട്ടുമ്പോൾ minus 1 raised to n plus 1. അപ്പൊ നമുക്ക് a ന്റെ എത്ര കിട്ടി? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ആൻസർ കിട്ടി. 1/2 into 3 raised to n minus 1 raised to n plus 1. എല്ലാവരും എഴുതിയെടുത്തോ കേട്ടോ. ഓക്കെ.